മേൽക്കടയ്ക്കാവൂരിലെ ജോസ് അച്ചായന്റെ തൊഴിൽ മത്സ്യകൃഷിയും താറാവ് വളർത്തലും. ഈ തൊഴിലിലൂടെ അച്ചായൻ നേടുന്നത് പതിനായിരങ്ങൾ. മത്സ്യകൃഷിയിലൂടെ ജോസ് അച്ചായൻ നേടുന്നത് പതിനായിരങ്ങൾ. മേൽക്കടയ്ക്കാവൂരിലെ ജോസും മക്കളും ചേർന്ന് നടത്തുന്ന മത്സ്യകൃഷി നാട്ടിലെങ്ങും പ്രിയമാകുന്നു. ജീവിതത്തിൽ തോന്നിയ ഒരു കൗതുകത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അതിനുവേണ്ടി മേൽക്കടയ്ക്കാവൂരിൽ സ്ഥലം വാങ്ങി അതിനുവേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. കുഞ്ഞുനാളിലെ എനിക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഈ കടലിൽ നമ്മൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ എങ്ങനെ അത് വലയും വള്ളമായിട്ട് ചൂണ്ടായിട്ട് വേട്ടയാടി പിടിക്കുന്നത് പോലെ എന്തുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഈ അണ്ടറിൽ നമ്മുടേതായ ഒരു കുളത്തിൽ വളർത്തിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ ഞണ്ട് പിടിക്കാനൊക്കെ പോകുമ്പോൾ അന്ന് ഞണ്ട് ഇങ്ങനെ ഒരു കുളം കെട്ടിയിട്ട് വളർത്തണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. കുറച്ച് പൈസ ഉണ്ടായിരുന്നത് ഇത്രയും സ്ഥലം എടുക്കാനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് 5 വർഷമായി. 5 വർഷത്തിനിടയ്ക്ക് ആരംഭത്തിൽ എനിക്ക് ഇത്ര ബിസിനസ് മാർക്കറ്റിൽ വിറ്റഴിക്കണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇതേ കണക്ക് ഞാൻ കടപ്പുറ കൊണ്ടുപോയപ്പോഴാണ് ഇതിൻ്റെതായ വിലയും മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നത്. ഇപ്പോൾ ജനങ്ങൾ അച്ചായന്റെ ഫാം തിരക്കി ഇവിടെ വരാറുണ്ട്. ജോസും കുടുംബവും ചേർന്നാണ് മത്സ്യകൃഷി നടത്തിവരുന്നത്. ജോസിന് തുണയായി ഇടവും വലവും 2 ആൺമക്കൾ കൂടെയുണ്ട് കൃഷിക്കൊപ്പം. മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കിയിരുന്ന ജോസിന്റെ ചിരകാലാഭിലാഷമായിരുന്നു മീൻ വളർത്തൽ. തന്റെ ചെറു സമ്പാദ്യത്തിൽ നിന്നും മിച്ചം പിടിച്ചു തുടങ്ങിയ മത്സ്യകൃഷി ഇന്ന് വളരെയധികം വളർന്നിരിക്കുന്നു. ആസാം വാള, ആവോലി, കോയിക്കാർപ്പ്, ഗ്രാസ് കാർപ്പ്, ചെമ്പല്ലി എന്നു തുടങ്ങി 15ലധികം ഇനങ്ങളാണ് ജോസ് വളർത്തുന്നത്. 1 കിലോ മീനിന് ഏകദേശം 250 രൂപയിൽ തുടങ്ങുന്നു അച്ചായന്റെ കച്ചവടം. മീൻ വളർത്താൻ താല്പര്യത്തോടെ വരുന്നവർക്ക് പ്രചോദനം നൽകിയും മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകിയും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തും അച്ചായൻ കൂടെയുണ്ടാകും. ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന പരിപാടിയാണ്. എങ്കിലും കറിക്ക് നല്ല മീൻ വേണമെങ്കിൽ ഇവിടെ വന്നാൽ കിട്ടും. ഇവിടെ എല്ലാ സൈസ് മീനുണ്ട്. ആവോലി, പാരയുണ്ട്, നൈലോട്ടിക്കുണ്ട്, നൈൽ മീനുണ്ട്, പിന്നെ കാർപ്പ്, സിൽവർ കാർപ്പ്, ഗ്രാസ് കാർപ്പ്, പൂമീൻ ഇതെല്ലാം ഉണ്ട്. പിന്നെ അലങ്കാര മത്സ്യമുണ്ട്, കോയിക്കാർപ്പ്. ഇങ്ങനെ പറയുന്ന എല്ലാ സൈസ് മീനും ഉണ്ട്. വളരെ വില കുറച്ചാണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത്. ഇതുകൂടാതെ അലങ്കാര മത്സ്യങ്ങൾ, വിഗോവ, മണിത്താറാവ് തുടങ്ങിയവയും അച്ചായന്റെ കൗതുകങ്ങളിൽ പെടുന്നു. ഈ ഇനത്തിൽപ്പെട്ട പക്ഷികളെ വളർത്തി വിൽക്കുന്നുമുണ്ട്. കൗതുകത്തിന്റെ പേരിൽ മത്സ്യകൃഷി തുടങ്ങിയപ്പോൾ ഇത്രയും അറിയപ്പെടുന്നു അച്ചായൻ. മത്സ്യകൃഷിയെക്കുറിച്ച് ക്ലാസ് എടുക്കാനും മറ്റുള്ളവർക്ക് സംശയ നിവാരണത്തിനും ഏറെ ഉത്സാഹം കാണിക്കാറുണ്ട്. ആർക്ക് വേണമെങ്കിലും വന്നാൽ ഞാൻ എനി ടൈം എപ്പോഴാണെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളോ എന്ത് ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. തീർച്ചയായും ഇതിനെക്കുറിച്ച് നല്ലൊരു അറിവ്, ഒരു സ്റ്റഡി കൊടുക്കും. കാണാതെ ഒന്നുപോലും നശിച്ചു പോകാതെ വേണം അത് കെയർ ചെയ്ത് നല്ലതുപോലെ പരിപാലിക്കുക എന്നുള്ളതാണ്. ഇന്ന് അനേകം മീൻ കൊണ്ടുപോകുന്നു, ഇതേ കണക്ക് ചെയ്യുന്ന ചത്തു പോകുമ്പോൾ അതോടെ മതിയാക്കി പോകുന്നു. അങ്ങനെയല്ല, അതിൻ്റെതായ ശരിക്കും സൈക്കിൾ ഓട്ടിക്കുന്നതിനും സൈക്കിള് കുറിച്ച് എഴുതി പഠിക്കുന്നവനും 2 2 അതെനിക്ക് അനുഭവം. അത് മറ്റുള്ളവരോട് ഞാൻ പങ്കുവയ്ക്കും. രാസപദാർത്ഥങ്ങൾ നിറഞ്ഞ വിപണിയിലെയും ആരോഗ്യത്തിന് ഹാനി വരുത്തുന്ന ഫാസ്റ്റ് ഫുഡിനും പുറകെ പോകുന്ന ന്യൂ ജനറേഷന് മാതൃക തന്നെയാണ് ജോസ് അച്ചായൻ. അച്ചായന്റെ സഹായം ആവശ്യമുള്ളവർക്ക് ഫോണിലൂടെയും സേവനം ലഭ്യമാക്കാം. വിസ്മയ ന്യൂസ്, കടയ്ക്കാവൂർ.